ടി കെ രജിത്ത് ആലപ്പുഴയിൽ നിൽക്കുകയാണ്. ടി കെ രജിത്ത് ആലപ്പുഴ നമുക്കറിയാം. കെ സി വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, എ എം ആരിഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2019 UDF നേടുമ്പോൾ ഇടതുപക്ഷം ഒപ്പം നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. ഇക്കുറി ആ സീറ്റ് വിട്ടുകൊടുക്കൽ അചിന്ത്യം LDF-ന്. കെ സി വേണുഗോപാൽ ദേശീയ നേതാവാണ്, ദേശീയ പ്രാധാന്യമുള്ള നേതാവാണ്. BJP-യുടെ ഫയർ ബ്രാൻഡ് നേതാവ് ശോഭയെത്തുമ്പോൾ അവിടെ കാര്യങ്ങൾ മനസ്സ് പിടിതരാൻ നിൽക്കുന്നു. ടി കെ റീത്ത ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? കൊട്ടിക്കലാശത്തിന്റെ ആവേശം എങ്ങനെയാകുമെന്ന് കരുതണം ആലപ്പുഴയിൽ? റീത്ത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് ആലപ്പുഴ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 3 മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത, മണ്ഡലത്തിൽ ആരും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത 3 പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത, കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയതലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം എന്നുള്ള പ്രത്യേകത. ഹാഷ്മി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ട്രെൻഡിൽ 19 മണ്ഡലങ്ങൾ UDF-നൊപ്പം നിന്നപ്പോൾ LDF-നെ പിന്തുണച്ച ഏക മണ്ഡലം കനൽ ഒരു തരി എന്ന വിശേഷണത്തോടുകൂടിയൊക്കെ എ എം ആരിഫ് ലോക്സഭയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇത്തവണയും വിജയം ആവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ LDF ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ സാക്ഷാൽ കെ സി വേണുഗോപാലിനെ തന്നെ കളത്തിലിറക്കുന്നു UDF. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. സംഘടനാ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിൽ യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത കെ സി വേണുഗോപാൽ തന്നെ കളത്തിലിറങ്ങുമ്പോൾ വിജയം സുനിശ്ചിതം എന്ന പ്രതികരണം UDF ക്യാമ്പിൽ നിന്നുണ്ടാകുന്നു. BJPക്ക് വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വനിതാ മുഖം ആലപ്പുഴയിൽ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നു. നിർണായകമായ ഒരുപാട് ഘടകങ്ങൾ, ഈഴവ വോട്ടുകൾ പ്രധാനമാകുന്ന മണ്ഡലം, വികസനം വലിയ രീതിയിൽ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള മണ്ഡലം. അവിടെ ആർക്കായിരിക്കും ഇത്തവണ, ആർക്കൊപ്പമായിരിക്കും ആലപ്പുഴയുടെ മനസ്സ് നിൽക്കുക എന്നുള്ള കാര്യം ശ്രദ്ധേയമായ ചോദ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം സർക്കാരിന്റെയൊക്കെ ബോട്ട് ഇവിടെയുണ്ട്, സർവീസ് ഇവിടെയുണ്ട്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ടും അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്നത് നമ്മൾ കണ്ടു. ഇനിയും അടിസ്ഥാന സൌകര്യം മണ്ഡലത്തിന് ആവശ്യമാണ് എന്നുള്ള കാര്യം വോട്ടർമാർ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. വികസനം പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് വാങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ എം ആരിഫ് വെച്ചു പുലർത്തുമ്പോൾ മുമ്പ് താൻ നിർത്തിയെടുത്ത് നിന്ന് ഒരനക്കം പോലും മണ്ഡലം മുന്നോട്ട് പോയിട്ടില്ല എന്ന വാദം കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന്, UDF ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം വലിയ ഐതിഹാസിക പോരാട്ടങ്ങളൊക്കെ നടന്ന മണ്ഡലമാണ്, ഇടതുപക്ഷത്തിന് വലിയ വേരുകളുള്ള മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആർക്കൊപ്പവും ഉറച്ചു നിന്നൊരു പാരമ്പര്യം ഈ മണ്ഡലത്തിനില്ല എന്നുള്ളതാണ് പ്രത്യേകത. വലിയ വമ്പന്മാരെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. ഇത്തവണ ആ മണ്ഡലം എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് പ്രധാനവുമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ബോട്ട് ജെട്ടിയിലെ കൺട്രോൾ റൂമിലാണ്. ഇവിടെ നമുക്കൊപ്പം നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ചേട്ടാ, തെരഞ്ഞെടുപ്പ് ആവേശം എവിടെ എത്തി? തെരഞ്ഞെടുപ്പ് നല്ല ആവേശത്തിലാണ്. നാളെയും കൂടെ ആരാ ജയിക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. അത് കെ സിക്ക് മുൻതൂക്കം ഉണ്ടോ? എല്ലാവരും ഇഞ്ചോടിഞ്ച് നിൽക്കുകയാണ്. ആരും അതെ, അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ, ശക്തമായ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിർണായകമാണ്. നേരത്തെ 17% എന്ന വോട്ട് വിഹിതത്തിലേക്ക് BJP എത്തിയ മണ്ഡലമാണ്. ഇത്തവണ അത് ഉയർത്തുമോ? ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം ഉയർത്തുകയാണെങ്കിൽ അതാർക്കായിരിക്കും, ആരുടെ ജയത്തെയായിരിക്കും, ആരുടെ പ്രതീക്ഷകളെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നമൊക്കെയുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ചേട്ടാ, തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആര് ജയിക്കും? ഇവിടെ KC ഉള്ളൂ. ആലപ്പുഴ ആര് ജയിക്കും? യെസ്, കെ സി വേണുഗോപാൽ ജയിക്കും എന്ന് പറയുന്നവരുണ്ട്, എ എം ആരിഫ് ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഏറ്റവും അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. ഇന്ന് സച്ചിൻ പൈലറ്റിനെ പോലുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. നാളെ അമിത്ഷായെ പോലുള്ള നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്താൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഏറ്റവും പീക്കിലാണ്. ഹാഷ്മി.